നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് ചേറ്റൂരിനെ അപമാനിക്കുകയും അനാദരിക്കുകയും ചെയ്യുകയാണെന്നും അത് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് BJP ശ്രമമെന്നും BJP കേന്ദ്ര നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കോൺഗ്രസ് ലീഗിനെ ഭയന്നാണ് ചേറ്റൂരിനെ വിസ്മരിച്ചതെന്നും കൃഷ്ണദാസ്. നെഹ്റു കുടുംബേതര സ്വതന്ത്ര സമര സേനാനികളെ കോൺഗ്രസ് അവഗണിക്കുകയാണെന്നും BJP കേന്ദ്ര നിർവാഹക സമിതി അംഗം. റഷ്യൻ പട്ടാളത്തിൽ കുടുങ്ങിയ വടക്കാഞ്ചേരി സ്വദേശി ജെയിനിന് മോചനം. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജെയിനിനെ റഷ്യ വിട്ടയച്ചു. മോസ്കോ ആശുപത്രിയിൽ നിന്നും യുവാവ് ഡൽഹിയിൽ എത്തിയതായി ബന്ധുക്കൾ. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് മൈതാനം നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പദ്ധതി നിർവഹണം 2023-24 സംസ്ഥാന സർക്കാരിന്റെ 1 കോടി ചെലവിൽ. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് ചേറ്റൂരിനെ അപമാനിക്കുകയും അനാദരിക്കുകയും ചെയ്തതായും അത് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് BJP ശ്രമമെന്നും കേന്ദ്ര നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കോൺഗ്രസ് ലീഗിനെ ഭയന്നാണ് ചേറ്റൂരിനെ വിസ്മരിച്ചതെന്നും നെഹ്റു കുടുംബേതര സ്വാതന്ത്ര്യ സമര സേനാനികളെ അവഗണിക്കുന്നതായും കൃഷ്ണദാസ് പറഞ്ഞു. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കരയിൽ ചേറ്റൂർ സർ C ശങ്കരൻ നായരുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ പോരാളികളെ പുതുതലമുറയിലേക്ക് പരിചയപ്പെടുത്താനാണ് ചേറ്റൂരിന്റെ അനുസ്മരണത്തിൽ സജീവമായി BJP രംഗത്ത് വന്നതെന്ന് കേന്ദ്ര നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അവിസ്മരണീയവും ആവേശകരവുമായ അധ്യായങ്ങൾ എഴുതി ചേർത്ത മലയാളിയായ സ്വാതന്ത്ര്യ സമര സേനാനിയും കളകറഞ്ഞ ദേശഭക്തനും രാഷ്ട്രതന്ത്രജ്ഞനും നിയമപണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിട്ടുള്ള ഒരു ബഹുമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടുള്ള ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരെ സ്മരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന ശ്രീ ചേറ്റൂരിൻ്റെ സ്മൃതി ദിനത്തിൽ ഇവിടെ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ആദ്യത്തേതും അവസാനത്തേതുമായ മലയാളിയാണ് ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ. നമ്മുടെ രാജ്യത്ത് അറിയപ്പെടാത്ത ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. അവരെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ആസാദി കാ അമൃത് മഹോത്സവ് എന്നതിൻ്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യം നേടി 75-ാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയും കേന്ദ്ര ഗവൺമെൻറ്റും ഇത്തരം സ്വാതന്ത്ര്യ സമര സേനാനികളെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു. 40ഓളം BJP പ്രവർത്തകർ പുഷ്പാർച്ചനയ്ക്ക് എത്തിയിരുന്നു. ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് KM ബിന്ദു, ഉഷ ബാലചന്ദ്രൻ, ബേബി ചന്ദ്രൻ, MP ശ്രീകുമാർ, മണ്ഡലം പ്രസിഡന്റ് ഗംഗാ ഭഗത്, KV സുഭാഷ്, പഞ്ചായത്ത് അംഗം രതീഷ്, പ്രസിഡന്റ് സജീവ്, ചേറ്റൂരിൻ്റെ കുടുംബാംഗം പ്രസാദ് ചേറ്റൂരും ചടങ്ങിൽ പങ്കെടുത്തു. മറ്റ് ജില്ലാ ഭാരവാഹികളും ചടങ്ങിന് എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ നിരോധിത സിഗരറ്റുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി. കടമ്പഴിപ്പുറം ആരോണി വീട്ടിൽ 29 വയസ്സുള്ള നവാസാണ് പിടിയിലായത്. യുവാവിനെ പിടികൂടിയത് ബസ് യാത്രയ്ക്കിടെ ഇയാളിൽ നിന്ന് 21 സിഗരറ്റുകളാണ് കണ്ടെടുത്തത്. നിരോധിത സിഗരറ്റ് ഡിസ്പോസിബിൾ പോഡ് ഡിവൈസുകൾ 21 എണ്ണം ഇയാളിൽ നിന്നും കണ്ടെത്തി. വിപണിയിൽ ഏകദേശം 50,000 രൂപയോളം വില വരുമെന്നാണ് കണക്ക്. സിഗരറ്റ് പുതിയ ജനറേഷൻ യുവാക്കളിൽ ട്രെൻഡായി മാറിയിട്ടുള്ളതാണ്. ഒറ്റനോട്ടത്തിൽ സ്പ്രേയോ ബോഡി ലോഷനോ എന്ന് തോന്നിക്കാവുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഒരു സിഗരറ്റിൽ നിന്നും 13,000 പഫ് വരെ എടുക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് യുവാക്കളിൽ ഗ്രൂപ്പ് സ്മോക്കിങ്ങിന് കൂടുതലായി ഉപയോഗിക്കുന്നു. വ്യത്യസ്ത ഫ്ലേവറിൽ ലഭ്യമാകുന്നതുകൊണ്ട് അവരവരുടെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാവുന്നതുമാണ്. നിയമാനുസരണ രേഖകൾ തയ്യാറാക്കി പ്രതിയെ വാളയാർ പോലീസിന് കൈമാറി. വാളയാർ ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ മുരുകദാസ് A, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് മുഹമ്മദ് ഷെരീഫ് PM, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പ്രഭ G, പ്രിവൻറ്റീവ് ഓഫീസർ ഗ്രേഡ് KP രാജേഷ്, സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത്. KSRTC ബസ്സിലെ യാത്രക്കാരനായ പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശി നവാസിൽ നിന്നും ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട 21 സിഗരറ്റുകൾ കണ്ടെടുത്തിട്ടുള്ളതാണ്. ഇതിന് ഏകദേശം വിപണിയിൽ 50,000-ഓളം രൂപ വരും. ഇത് ഒരെണ്ണത്തിൽ തന്നെ ഉദ്ദേശം 13,000 പഫ് എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ റീചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് വിവിധ വർണ്ണത്തിലും നിറത്തിലും അതുപോലെ ഫ്ലേവറിലും ലഭ്യമാകുന്നുണ്ട്. അപ്പം ഇത് പ്രൊഹിബിഷൻ ഓഫ് ഇലക്ട്രോണിക് സിഗരറ്റ് ആക്ട് 2019 പ്രകാരം സെക്ഷൻ 4 പ്രകാരം
കുറ്റകരമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തെ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഓൺലൈനിൽ ചേർന്ന അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം അപലപിച്ചു. രാജ്യത്തെ ഇത്തരം സംഭവങ്ങൾ നടക്കാതിരിക്കാൻ ശക്തമായ മുൻകരുതൽ എടുക്കണമെന്നും കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും യോഗം ആവശ്യപ്പെട്ടു. റഷ്യൻ പട്ടാളത്തിൽ കുടുങ്ങിയ വടക്കാഞ്ചേരി സ്വദേശിയായ ജെയിൻ കുര്യന് മോചനം. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജെയിനെ റഷ്യ വിട്ടയക്കുകയായിരുന്നു. മോസ്കോയിലെ ആശുപത്രിയിൽ നിന്നും യുവാവിനെ ഡൽഹിയിൽ എത്തിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു. ഡൽഹിയിലെത്തിയ ജെയിൻ ബന്ധുക്കളോട് ഫോണിൽ സംസാരിച്ചു. ജെയിനിനെ പട്ടാള ക്യാമ്പിലേക്ക് തിരികെ എത്തിക്കുമെന്നുള്ള ആശങ്കകൾക്കിടെയാണ് അപ്രതീക്ഷിത മോചനം. അതേസമയം ജെയിനിന് ഒപ്പം പോയി കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങി കൊല്ലപ്പെട്ട അളിയൻ ബിനിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. ജെയിൻ മടങ്ങിയെത്തുമ്പോഴും ബിനിലിന്റെ ജീവൻ നഷ്ടമായതിലും മൃതദേഹം ലഭിക്കാത്തതിലും കടുത്ത ദുഃഖത്തിലാണ് കുടുംബം. ഇപ്പോൾ പറയാനുള്ളത്, ഇവനെ ക്യാമ്പിലേക്ക് കൊണ്ടുപോവാണ്, ഇവൻ്റെ രോഗം മാറിയിട്ട് ഡിസ്ചാർജ് ആയിട്ട് ക്യാമ്പിലേക്ക് കൊണ്ടുപോവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒത്തിരി ദുഃഖം. ഇനി ക്യാമ്പിൽ അവനും വിഷമമായിരുന്നു. ക്യാമ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഒരു മാസത്തെ റെസ്റ്റ് കഴിഞ്ഞാൽ അവനെ തിരിച്ച് ഇനി യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുപോകുന്ന അവന് പേടിയുണ്ടായിരുന്നു. എല്ലാവരും സങ്കടത്തിലായിരുന്നു ഞങ്ങൾ. പിന്നെ ഇന്ന് കാലത്താണ് ഇങ്ങനെ അറിഞ്ഞത് അവന് ഡൽഹിയിലെത്തിയെന്ന്. എങ്ങനെയാണെന്നൊന്നും അവൻ പറഞ്ഞിട്ടില്ല. ഡൽഹിയിലെത്തിയെന്ന് പറഞ്ഞു. എന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം. എൻ്റെ മോൻ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും അതിനേക്കാൾ ഏറെ നന്ദി പറയുന്നു. നിങ്ങൾ ഈ ഒരു 3 മാസം ഈ സന്ദീപ് മരിച്ചതിന് ശേഷം അവിടെ നിങ്ങൾ എന്നും കണ്ണീരിലാണ്. ഞങ്ങൾക്ക് ഈ വിദ്യയല്ല, അമ്മ കരയുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഈ വിദ്യയല്ലേ എന്ന് ആലോചിച്ച് അന്ന് തൊട്ട് എന്നും ഞങ്ങൾ കണ്ണീരിലായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ മോൻ തിരിച്ചു വരുന്നതിൽ സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ദുഃഖമുണ്ട്. ആ കുഞ്ഞുമോനെ ഒന്ന് കാണാനോ ഒന്നിനും കഴിഞ്ഞിട്ടില്ല. അപ്പച്ചന് അവൻ്റെ ബോഡി തിരിച്ചു വരണമെങ്കിൽ തിരിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അവൻ മടങ്ങി വരുന്നതിൽ മതിയായ സന്തോഷം. അതിനേക്കാളും ദുഃഖം അവൻ്റെ കൂടെ പോയ അവൻ്റെ അളിയൻ തിരിച്ചു വരാതെ മരണപ്പെട്ടു അതിലാണ്. ഈ സന്തോഷത്തെക്കാൾ കൂടുതൽ ദുഃഖം അതിലാണ്. ഇതിനുവേണ്ടി വരാൻ വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നന്ദി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വെട്ടിക്കാട്ടിരിയിൽ വാഹനാപകടം. തൃശൂരിൽ നിന്നും പലചരക്ക് സാധനങ്ങളുമായി ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനാണ് നിയന്ത്രണം തെറ്റിമറിഞ്ഞത്. ആളപായമില്ല. പിക്കപ്പ് വാൻ ഡ്രൈവർ സനൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് വ്യാഴാഴ്ച പുലർച്ചെ 5 മണിക്ക് പലചരക്ക് സാധനങ്ങൾ കച്ചവടത്തിനായി കൊണ്ടുപോയിരുന്ന പിക്കപ്പ് വാനാണ് നിയന്ത്രണം തെറ്റിമറിഞ്ഞത്. വാഹനം പലതവണ തലകീഴായി മറിഞ്ഞു. ചെറുതുരുത്തി പോലീസും നാട്ടുകാരും ചേർന്ന് സനലിനെയും മറ്റു സാധനങ്ങളെയും വേറെ വാഹനത്തിൽ കയറ്റി ഒറ്റപ്പാലത്തേക്ക് കൊണ്ടുപോയി. ഇവിടങ്ങളിൽ അപകടം നിത്യസംഭവമാണ്. ഇതിനു മുമ്പും നിരവധി അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ 100 പേർക്ക് കൃത്രിമ കാൽ വെച്ച് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 10, 11 തീയതികളിലായി ഒറ്റപ്പാലം റോട്ടറി ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. റോട്ടറി ക്ലബ്ബ് തൃശൂർ, ജയ്പൂർ റോട്ടറി, വോൾവർ ഹംഷൻ UK എന്നിവരുടെ സഹകരണത്തോടെയാണ് കൃത്രിമ കാൽ വെച്ച് നൽകുന്നത്. നേരത്തെ കൃത്രിമ കാൽ വെച്ചവർക്കും ക്യാമ്പ് പ്രയോജനപ്പെടും. കാലുകളുടെ അളവെടുക്കൽ മെയ് 10, 11 തീയതികളിൽ ഒറ്റപ്പാലം റോട്ടറി ഹാളിൽ നടക്കും. തീർത്തും സൗജന്യമായാണ് ജയ്പൂർ കാലുകൾ നൽകുന്നതെന്നും മധുസൂദനൻ പറഞ്ഞു. പ്രസിഡന്റ് സുനിൽ അമ്മാത്ത്, റോട്ടറിയന്മാരായ ജയേഷ്, മുരളീധരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ റോട്ടറി ഡിസ്ട്രിക്റ്റിൽ 500 കൃത്രിമകാലുകളാണ് ജയ്പൂർ ഫുഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി 100ഓളം കാലുകൾ നമ്മൾ പാലക്കാട് ജില്ലയിലേക്ക് അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രോജക്ട് അത് ഒറ്റപ്പാലം റോട്ടറി ക്ലബ്ബാണ്. പാലക്കാട് ജില്ലയിൽ 19 റോട്ടറി ക്ലബ്ബുകൾ ഉണ്ടെങ്കിലും അതിന്റെ ലീഡ് ചെയ്യുന്നത് റോട്ടറി ക്ലബ്ബ് ഓഫ് ഒറ്റപ്പാലത്തിന്റെ നേതൃത്വത്തിലാണ്. അതിന്റെ ക്യാമ്പ് നമ്മൾ മെയ് 10, 11 തീയതികളിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് ഒറ്റപ്പാലം ഹാളിൽ വെച്ച് നടത്തുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് മൈതാനം നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പദ്ധതി നിർവഹണം 2023-24 സംസ്ഥാന ബജറ്റിലെ 1 കോടി രൂപ ചെലവിൽ. നിലവിൽ ചുറ്റുമതിൽ കെട്ടുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. ഫുട്ബോൾ, വോളിബോൾ, കബഡി കോർട്ടുകൾ, ഫ്ലഡ്ലിറ്റ് സംവിധാനം, കായികോപകരണങ്ങൾ സ്ഥാപിക്കൽ തുടങ്ങിയവയും നടപ്പാക്കും. കേരള സ്പോർട്സ് ഫൗണ്ടേഷനാണ് നിർവഹണ ചുമതല. 8 മാസമാണ് കരാർ കാലാവധി. അമ്പലപ്പാറ ആശുപത്രി പടിയിൽ 1 ഏക്കറിലധികം വരുന്ന മൈതാനം കാലങ്ങളായി നവീകരണം കാത്ത് കിടക്കുകയായിരുന്നു. മിച്ചഭൂമിയായിരുന്ന സ്ഥലം 1985-ലാണ് പഞ്ചായത്ത് മൈതാനമാക്കി ഉയർത്തിയത്. ഉദ്ഘാടന സമയത്ത് നിർമ്മിച്ച ഒരു സ്റ്റേജും 2 മുറികളും മാത്രമാണ് നിലവിലുള്ളത്.
ഇവ ഉപയോഗിക്കാതെ കിടക്കുകയാണ്. കെട്ടിടത്തിൽ വൈദ്യുതി കണക്ഷനുമില്ല. നിർമ്മാണം പൂർത്തിയായാൽ പഞ്ചായത്ത് മൈതാനം കായിക താരങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാകും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവം സംഘടിപ്പിച്ചു. അരങ്ങ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ വി വിനീത, പഞ്ചായത്ത് അംഗങ്ങളായ MR രജിത, കെ മിനിമോൾ എന്നിവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ കെ ശാന്തകുമാരി സ്വാഗതവും CDS അംഗം റിൻസി നന്ദിയും പറഞ്ഞു. തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 29 നടത്തുന്ന ഭരണഘടനാ സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും വിജയിപ്പിക്കുന്നതിനായി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മുള്ളൂർക്കര റേഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണ കൺവെൻഷൻ സംഘടിപ്പിച്ചു. അസോസിയേഷൻ തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി KM ഉമർ ഹാജി ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് പ്രസിഡന്റ് A അഷറഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഷഫീഖ് കരുതക്കാട്, സംഘാടക സമിതി ജില്ലാ കൺവീനർ ഷഹീർ ദേശമംഗലം എന്നിവർ വിഷയാവതരണം നടത്തി. റേഞ്ച് വൈസ് പ്രസിഡന്റുമാരായ ഷാഹുൽ ഹമീദ് അൽ ഖാസിമി, അബ്ദുൽ ജബ്ബാർ ഫൈസി, SCA തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി VP ഷാഹിദ് കോയത്തങ്ങൾ, SKSSF വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് VM ഷമീർ, SYS മുള്ളൂർക്കര മേഖലാ പ്രസിഡന്റ് KM ഉസ്മാൻ മുസ്ലിയാർ, SMF റേഞ്ച് ജനറൽ സെക്രട്ടറി PK മൂസ എന്നിവർ സംസാരിച്ചു. തുടക്കത്തിൽ രാജ്യം വലിയ കലുഷിതമായി നിൽക്കുമ്പോഴാണ്, ആ ഒരു നിർണായകമായ അവസ്ഥയിലാണ് ദീർഘവീക്ഷണത്തോടു കൂടി ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു നിയമം രാജ്യത്ത് കൊണ്ടുവരുന്നത്. അതാണ് ആരാധനാലയ സംരക്ഷണ നിയമം 991 എന്ന് പറയുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? 947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നീടുള്ള ഈ നാട്ടിൽ നിലനിൽക്കുന്ന, അത് മുസ്ലിങ്ങളാകട്ടെ ഇതര മതസ്ഥരാകട്ടെ, ഏത് ആരാധനാലയങ്ങളാണെങ്കിലും അതിൽ ഒരു അവകാശവാദമോ തർക്കമോ ഉന്നയിക്കരുത്. ഇത് പറയുന്ന ഘട്ടത്തിൽ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുകയും അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലും ഉത്തർപ്രദേശിലെ ജില്ലാ കോടതി മുതൽ അവിടുത്തെ ഹൈക്കോടതികളിലും അതുപോലെ തന്നെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലും വ്യവഹാരങ്ങൾ നടക്കുകയാണ്. സംഘടക സമിതി താലൂക്ക് കോർഡിനേറ്റർ KA ഹംസക്കുട്ടി മൗലവി സ്വാഗതവും റേഞ്ച് ജനറൽ സെക്രട്ടറി BAM അജ്മൽ ബാക്കവി നന്ദിയും പറഞ്ഞു. റേഞ്ച് പരിധിയിൽപ്പെട്ട മുഴുവൻ മഹല്ല മദ്രസ മാനേജ്മെന്റ് ഭാരവാഹികളിലേക്കും പൊതുജനങ്ങളിലേക്കും സംഘടനാ പ്രവർത്തകരിലേക്കും ഈ സന്ദേശം എത്തിക്കുവാനും പരമാവധി ജനങ്ങളെ പങ്കെടുപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കോൺഗ്രസ് ചേറ്റൂരിനെ അപമാനിക്കുകയും അനാദരിക്കുകയും ചെയ്യുകയാണെന്നും അത് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് BJP ശ്രമമെന്നും BJP കേന്ദ്ര നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കോൺഗ്രസ് ലീഗിന് ഭയന്നാണ് ചേറ്റൂരിനെ വിസ്മരിച്ചതെന്നും കൃഷ്ണദാസ്. നെഹ്റു കുടുംബേതര സ്വതന്ത്ര സമര സേനാനികളെ കോൺഗ്രസ് അവഗണിക്കുകയാണെന്നും BJP കേന്ദ്ര നിർവാഹക സമിതി അംഗം. റഷ്യൻ പട്ടാളത്തിൽ കുടുങ്ങിയ വടക്കാഞ്ചേരി സ്വദേശി ജെയിന് മോചനം. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജെയിനെ റഷ്യ വിട്ടയച്ചു. മോസ്കോ ആശുപത്രിയിൽ നിന്നും യുവാവ് ഡൽഹിയിൽ എത്തിയതായി ബന്ധുക്കൾ. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് മൈതാനം നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പദ്ധതി നിർവഹണം 2023-24 സംസ്ഥാന സർക്കാരിന്റെ 1 കോടി ചെലവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.